ബസ് വണ്ടി വരുന്നത് നല്ല ഇതിലല്ലേ വരുന്നത്. അവർ കണ്ടില്ല. ഒരു ഇത്ര വലിയ ലോറി നിർത്തുമ്പോൾ ഈ നടു റോഡിൽ നിർത്തിയിട്ട് നിങ്ങൾ ആളെ ചൂണൊഴിക്കാൻ പോയി എന്ന് പറയുന്നത് ഈ ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളുകൾക്കൊക്കെ എന്ത് പറയും? നിങ്ങൾ അവിടെ ബ്ലോക്ക് ചെയ്യണം. ഈ വണ്ടികൾ എങ്ങനെ വന്നത്? ഇത്ര വലിയ വണ്ടി വരുന്നത് ഈ ഹൈവേയിൽ വെച്ചിട്ട് എന്ത് ബ്ലോക്ക് ചെയ്തു? കഴിക്കാൻ പോയി നിങ്ങൾ എങ്ങനെ അറിഞ്ഞ വണ്ടി ഓവർ സ്പീഡിലാണ്? ബസ്സിലിരുന്ന് ഞങ്ങൾക്ക് അങ്ങോട്ട് വണ്ടിയുടെ മുക്കാൽ പിടിച്ച് കയറും അങ്ങോട്ട് ചെറിയ സ്പീഡിലാവുന്നെങ്കിൽ ഊണ് കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ബ്ലോക്ക് ചെയ്തിട്ടാ പോയത്. കോൺട്രാക്ടറാണ് കാശുണ്ടാക്കുന്നത്. റോഡിൽ ഒരു സേഫ്റ്റിയും ഇല്ലാതെയാണ് മെട്രോൻ്റെ വണ്ടി ഇന്ന് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. അത് കാരണം കൊണ്ടാണ് ഇന്ന് ഈ ബസ് ആക്സിഡൻ്റ് ആയിരിക്കുന്നത്. ഡെയിലി ഒരു 10 പ്രാവശ്യമെങ്കിലും ഞാൻ എടപ്പള്ളി ആലുവ റൂട്ടിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഈ മെട്രോൻ്റെ വർക്ക് കാരണം പല കാരണത്തിലാലും പലർക്കും ബുദ്ധിമുട്ട് പറ്റിയിട്ടുണ്ട്. ഇവരുടെ സേഫ്റ്റി ഇല്ലാതെയാണ് ഇവരിവിടെ പലതും ചെയ്തു വച്ചിരിക്കുന്നത്. എപ്പോഴും ഇവിടെ ഈ മെട്രോൻ്റെ വർക്ക് തുടങ്ങിയ പിന്നെ ദിവസത്തിൽ ഒരു ആക്സിഡൻറ്റും കാണപ്പെട്ടിട്ടുണ്ട്. വണ്ടി തിരുവനന്തപുരം സർവീസ് പോകുന്നവർ ഇവിടെ കളമശ്ശേരി പ്രീമിയറിൻ്റെ അവിടെ വണ്ടി റോഡ് ബ്ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ കണ്ടെയ്നർ റോഡിന് പാതിക്ക് മേളിൽ കിടക്കുകയായിരുന്നു. അത് കയറി വന്നപ്പോഴത്തേക്ക് മെട്രോയുടെ ഒരു ജീവനക്കാരൻ ക്രോസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് ഞങ്ങളുടെ വണ്ടിയുടെ സൂപ്പർവാസിൻ്റെ ഫ്രണ്ടിലൂടെ ക്രോസ് ചെയ്യാനായിട്ട് പെട്ടെന്ന് ശ്രമിച്ചപ്പോഴത്തേക്ക് വണ്ടി ചവിട്ടി ലെഫ്റ്റിലേക്ക് ഒതുക്കാൻ ശ്രമിച്ചപ്പോൾ കണ്ടെയ്നർ വരയ്ക്ക് റൈറ്റ് സൈഡിലേക്ക് കിടക്കുകയായിരുന്നു. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വണ്ടി ഇടിച്ചു. ഫ്രണ്ടിരുന്ന യാത്രക്കാരൻ പരിക്കേൽക്കുകയായിരുന്നു.